ഗുഡ് മോർണിംഗ്. എന്നും 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഇന്ന് ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ സമയം 7 മണി. ഇന്ന് ജൂൺ 28 സൺഡേ. ഡീനൻ ആദ്യമായിട്ട് സൺഡേ ക്ലാസ്സിൽ പോവുകയാണ്. ആൾ രാവിലെ തന്നെ കുളിച്ച് മിടുക്കനായി ആൾ ഡ്രസ്സൊക്കെ ഇട്ടു. ഇത് നോക്കണ്ട കേട്ടോ, വാച്ച് കെട്ടാൻ പറഞ്ഞതിൻ്റെ ഒരു ചെറിയ പുന്നാരാണ് ആ ഫേസിൽ കാണുന്നത്. ഇതാണ് ഡീനുൻ്റെ ഫൈനൽ ലുക്ക്. വൈറ്റ് കോട്ട് സെറ്റ്. ഇന്ന് എല്ലാവരും വൈറ്റ് ഡ്രസ്സ് ഇടണമായിരുന്നു. ആൻഡ് ദിസ് ഇസ് എ ഫൈനൽ ലുക്ക് ഓഫ് ഡീനു. ഇത് ഡീനുൻ്റെ പഴയ ഫോട്ടോസാണ് കേട്ടോ. പഴയതെന്ന് പറയുമ്പോൾ 8 മാസവും 1 വയസ്സുള്ളപ്പോൾ ചിത്രങ്ങളാണത്. ആ ചെക്കനാണ് ഇപ്പോൾ ഇത്രയും വലുതായി നിൽക്കുന്നത്. എത്ര പെട്ടെന്നല്ല ഇവർ വലുതാവുന്നത്. ഇനി ഇവരെത്ര വലുതായാലും നമുക്ക് നമ്മുടെ പഴയ ബേബി തന്നെയാണ് ഇവർ. അതിലൊരു മാറ്റവും ഇല്ലല്ലേ. ആൾ ചെറിയ രീതിയിലുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. കാരണം ആളുടെ സ്കിന്ന് കുറച്ച് ഡ്രൈ ആണ്. സോ അതുകൊണ്ട് കുറച്ച് ക്രീമൊക്കെ ഇട്ടിട്ടാണ് ആൾ പോകുന്നത്. നമ്മളത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസ് ഓൾസോ എൻജോയിങ് ദ കെയർ. കാരണം ഇപ്പോഴും കുഞ്ഞു വാവയാണെന്നാണ് വിചാരം. അതുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന അത്രയും സമയം ആൾ എൻജോയ് ചെയ്യും. ഇതെല്ലാം കഴിയുമ്പോൾ ആളൊരു കിടപ്പുണ്ട്. ഞാൻ ബേബിയാണ്, ഞാൻ കുഞ്ഞു വാവയാണെന്നും പറഞ്ഞിട്ടാണ്. ഇത് ഡെയിനുൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. പുട്ടും പഴവും. നമുക്കുമൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇതിൽ ഇഷ്ടമില്ലാത്ത ആരാണല്ലേ നമ്മളുള്ളത്. ഇത് ഡെയിനുന് ഞങ്ങൾ കാഴ്ചവെപ്പിനായിട്ട് വാങ്ങിയ ചെടിയാണ് കേട്ടോ. ആൾ ഫുഡൊക്കെ കഴിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. ആൾക്ക് ഇഷ്ടമുള്ള ഫുഡാണ് പുട്ടും പഴവും. അതുകൊണ്ട് നമ്മൾ ശല്യപ്പെടുത്തൊന്നും വേണ്ട, ആൾ തനിയെ കഴിച്ചോളും. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങാൻ നേരം ഒരു പ്രാർത്ഥനയുണ്ട്. കുരിശുവര നിർബന്ധമാണ്. പ്രാർത്ഥിച്ചില്ലെങ്കിലും കുരിശ് വരച്ചിട്ടേ ആളിറങ്ങുള്ളൂ. ഇനി കുരിശ് വരച്ച് കഴിഞ്ഞാലോ അടുത്ത് നിൽക്കുന്ന ആർക്കാണെങ്കിലും കൈയും കൂപ്പി സ്തുതി തന്നിട്ടേ പോവുള്ളൂ. അതങ്ങ് ആൾ ചെറുതിൽ തന്നെ ശീലിച്ചതാണ്. ഇത് ഞങ്ങളുടെ സ്വന്തം ട്രാവൽ പാർട്ട്ണർ, ഞങ്ങളുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. ഇവനില്ലാതെ ഞങ്ങളൊരു സ്ഥലത്തും പോവില്ല. ഇവനാണ് ഞങ്ങളുടെ സ്വന്തം സഹചാരി. എവിടെ പോകണമെങ്കിലും ഇവനെ ഡിപ്പെൻഡ് ചെയ്യണം. ആൻഡ് ഇതാണ് ഞങ്ങളുടെ സ്വന്തം ഫസീനോ. രാത്രി നല്ല മഴയായതുകൊണ്ട് തന്നെ വണ്ടി നന്നായിട്ടൊന്നും നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ 8:35 വീട്ടിൽ നിന്നിറങ്ങി. ഇവിടുന്ന് കൂടിപ്പോയാൽ 2 മിനിറ്റ്, അത്രയും ദൂരമേ കോൺവെൻറ്റിലേക്കുള്ളൂ. കുർബാനയും കാറ്റഗിസും ഒക്കെ നടക്കുന്നത് കോൺവെൻറ്റിലാണ്. കാരണം ഞങ്ങളുടെ പള്ളിയുടെ പണി പൂർത്തിയായിട്ടില്ല. ഇനിയും 1 മന്ത് കൂടി കഴിഞ്ഞാലേ പള്ളിയുടെ പണി കംപ്ലീറ്റ് ആവുള്ളൂ. സോ അതുകൊണ്ട് ഞങ്ങൾ പോകുന്നത് കോൺവെൻറ്റിലേക്കാണ്. രാവിലെയും രാത്രിയുമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ കുറച്ച് വെള്ളമുണ്ട്. ഞങ്ങളങ്ങനെ സ്ഥലത്തെത്തി. ഇതാണ് ഞങ്ങളുടെ കോൺവെൻറ്റിലേക്കുള്ള എൻട്രി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ തന്നെ 1ാം ക്ലാസ്സിലെ മറ്റൊരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. ഇവരിന്ന് ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോവുകയാണ്. ഇവർക്ക് നേരത്തെ അറിയില്ല. കാരണം പല സ്കൂളുകളിലാണല്ലോ ഇവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ കളിച്ച്. ഡെയിന് പള്ളിയിലോട്ട് കയറുന്നതുകൊണ്ട് കാലിൽ വെള്ളമൊന്നും ആക്കാനായിട്ട് ആഗ്രഹിച്ചില്ല. കാരണം പള്ളിയുടെ അകത്ത് കയറണമല്ലോ, കളിക്കാൻ പറ്റില്ല എന്ന് ആൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആൾ പതിയെ നടന്നു വന്ന് അകത്തേക്ക് കയറുകയാണ്. ഇതാണ് ഞങ്ങളുടെ കോൺവെൻറ്റിനുള്ളിലെ അൾത്താര. ചെറുതാണെങ്കിലും വളരെ മനോഹരമായി എല്ലാം അലങ്കരിച്ച് വച്ചിരിക്കുന്നു. കയറുമ്പോൾ തന്നെ ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്. പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനും കുരിശ് വരക്കാനൊക്കെ അവർ തനിയെ ചെയ്തോളും. കാരണം ഇതവർ കണ്ടുവരുന്ന ശീലങ്ങളാണ്. ഇത് ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾക്കായിട്ട് ബലിയർപ്പിക്കാനെത്തിയത് ചെറായിൽ നിന്ന് കപ്പൂച്ചിൻ സഭയിലെ പോൾ ജോസ് എന്ന അച്ഛനാണ്. അച്ഛൻ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും ഒക്കെ കുട്ടികളോട് നർമ്മസല്ലാപത്തിലാണ്. കാരണം അതിൻ്റെ സന്തോഷം കുഞ്ഞുങ്ങളുടെ മുഖത്തും കാണാം. വളരെ ചെറിയൊരു നല്ല കഥയിലൂടെയൊക്കെയാണ് അച്ഛൻ കുട്ടികളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയത്. ഇത് ഞങ്ങൾ കാഴ്ചവെപ്പിനായിട്ട് വാങ്ങിയ ചെടികളാണ് കേട്ടോ. പ്രോട്ടോക്കോൾ പ്രകാരം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും അൾത്താരയിൽ സമർപ്പിക്കേണ്ടത് ചെടികളാണ്. അതിനായിട്ട് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെയാണ് കുട്ടികൾ വാങ്ങിയത്. കുട്ടികൾക്കൊപ്പം മാതാപിതാക്കളും വരണമെന്ന് കാഴ്ചവെപ്പിന് നിർബന്ധമായിരുന്നു. ഞങ്ങളുടെ ഡാഡി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിളിച്ചത് ഞങ്ങളുടെ അമ്മച്ചിയാണ്. അമ്മച്ചിയും ഞാനും കൊച്ചും കൂടിയാണ് ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഓരോ ഫാമിലിയിൽ നിന്നും ഓരോരുത്തരായിട്ട് കാഴ്ചവെപ്പിന് മുന്നോട്ട് വന്നു. വളരെ കൺജസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കാഴ്ചവെപ്പ് കഴിഞ്ഞ ആ 1 വേയിലൂടെ ഇങ്ങോട്ട് ഇറങ്ങി പോരണമായിരുന്നു.
അത്രയും ഉള്ള സ്ഥലമേ ആ പള്ളിയുടെ അകത്തുള്ളൂ. കാരണം വളരെ തിങ്ങി ഞെരുങ്ങിയാണ് കുട്ടികൾ ഇരിക്കുന്നത് തന്നെ. എല്ലാ കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ഭാഗങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുള്ളൂ. കുറേ നാൾ കഴിയുമ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സൺഡേ ക്ലാസ്സിൽ പോയതും കാഴ്ചവെച്ചതും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത്രയും ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും കുട്ടികളെല്ലാം വളരെ ഹാപ്പി ആയിരുന്നു. കാരണം അവർ കൊണ്ടുവന്ന ചെടികളെല്ലാം അച്ഛന് കൊടുത്ത് അച്ഛനത് വാങ്ങി അൾത്താരയിലേക്ക് വയ്ക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി, ഞങ്ങളെല്ലാം അത് ശ്രദ്ധിച്ചിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പ്രവേശനോത്സവം വളരെ ഗ്രാൻഡായിട്ട് നടത്തണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് പള്ളിപ്പണി കഴിയാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ക്ലാസ്സുകളും മുടങ്ങിപ്പോകും. അതുകൊണ്ട് ഞങ്ങൾ വളരെ ചുരുക്കിയാണ് ഈ കോൺവെൻറ്റിൽ പ്രവേശനോത്സവം നടത്തിയത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും വളരെ മനോഹരമായിട്ട് തന്നെ ഈ പ്രവേശനോത്സവം കഴിഞ്ഞു. കുർബാനയ്ക്ക് ശേഷം വികാരിയച്ഛൻ ഓരോ കുഞ്ഞുങ്ങളെയും വിളിച്ച് അവരുടെ കയ്യിലൊരു ചെടി സമ്മാനമായി നൽകി. ഇവർക്കിതൊരു റിട്ടേൺ ഗിഫ്റ്റാണ്. പരിസ്ഥിതി സംരക്ഷിക്കുക എന്നൊരു സന്ദേശമാണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് അവരുടെ ക്ലാസ് അധ്യാപിക വിജി ടീച്ചറും ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ ഹാപ്പിയാണ്. കാരണം അവർക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു സമ്മാനമാണ്. അതുകൊണ്ട് തന്നെ അവർ കിട്ടിയപ്പോൾ തന്നെ വളരെ എക്സൈറ്റഡായിട്ട് എന്താണിത് എന്നുള്ളതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിച്ചത് 8 കുട്ടികൾക്കാണ്. അതിൽ 7 ആൺകുട്ടികളാണ്. ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ, ഹന്ന. ആദ്യം വളരെ വിഷമമായിരുന്നെങ്കിലും പിന്നീട് ആൾ ഹാപ്പിയായി. ഇതിവരുടെ പ്രൊമോട്ടർ, വികാരിയച്ഛൻ, ക്ലാസ് അധ്യാപിക, ബാക്കി 8 കുട്ടികളും. ഇതാണ് ഇനി ഇവരുടെ ലോകം. സൺഡേസിൽ ഇവർ മാത്രം കാണുന്നൊരു ലോകം. കഥകൾ പറയാനും കൂട്ടുകൂടാനുമുള്ള ഇവരുടെ സൺഡേസിലെ ലോകം. ഇത് ഞങ്ങളുടെ ലോകം, ഞങ്ങളുടെ പപ്പ. ഞങ്ങൾ സൺഡേ ക്ലാസ് കഴിഞ്ഞ് കുർബാനയും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ മണി 11 കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഞങ്ങൾ സാധാരണ പപ്പ വിളിക്കാറുള്ളത്, ഓഫ് ഡേയ്സിൽ. അതുകൊണ്ട് തന്നെ ഈ കോൾ ഞങ്ങൾക്ക് ഫെമിലിയർ ആയിരുന്നു. ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു എന്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തുകൂടാ. അങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പപ്പയെയും ഉൾപ്പെടുത്തി. ഞാൻ പപ്പ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു സൈൻ ഓഫ് കൊടുത്ത് പോവുകയാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.